ഉപയോഗിക്കുന്നതിന് പകരം അദ്ദേഹത്തെ വേട്ടയാടി ഇനി ആരെങ്കിലും ഡോക്ടർമാർ കേരളത്തിൽ വാ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വായടപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ അർത്ഥം. ഒന്നും ചെയ്യില്ല, അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും എന്ന് പറയുന്ന മന്ത്രി എന്തിനാണ് ഇത്രയും വൃത്തികേടുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അദ്ദേഹത്തെ പോലുള്ളൊരു സത്യസന്ധനായ ഒരു ഡോക്ടറെ, ₹1 കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളെ, ഏറ്റവും നീതിപൂർവമായി ജോലി ചെയ്യുന്ന ഒരാളെ എത്രമാത്രം ഒരു ഗവൺമെൻറ് പീഡിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇത്. സ്റ്റാലിൻ്റെ റഷ്യയല്ല, ഇത് കേരളമാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു, ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല, ഇത് ജനാധിപത്യ കേരളമാണ്. ആ പാവപ്പെട്ട ഡോക്ടറുടെ മീതെ മോഷണക്കുറ്റം ചോദിച്ചിരിക്കുകയാണ്. സ്റ്റോറിൽ നിന്ന് സാധനം കാണാതെ ഡോക്ടർ എങ്ങനെ ഉത്തരവാദി? ഒരു ഗുളികയുടെ പാക്കറ്റ് പോയി കഴിഞ്ഞാൽ ഡോക്ടർ എങ്ങനെ ഉത്തരവാദിയാകുന്നത്? അത് സ്റ്റോർ കീപ്പ് ചെയ്യേണ്ടത് വേറെ സംവിധാനമല്ലേ? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആണോ? ഇനി അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ട് പോയെന്നാണോ? അദ്ദേഹത്തെക്കുറിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അല്ല, അത്ര ഗതികേടുണ്ടല്ലോ. സർജറി ചെയ്യാൻ പോകാൻ നേരത്ത് കത്രികയും നൂലും, തുന്നിക്കൂട്ടാനുള്ള നൂലും സൂചിയും കൂടി രോഗി മേടിച്ചു കൊണ്ടുപോകേണ്ട സ്ഥിതിയിലാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ. ഞാൻ ഇതിനു മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ ഒരു സ്നേഹിതൻ അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ നൂല് മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. തുന്നാനുള്ള നൂലില്ല ആശുപത്രിയിൽ, കോട്ടണില്ലായിരുന്നു, പഞ്ഞി. ആ പഞ്ഞിയും നൂലും സൂചിയും രോഗിയെ കൊണ്ടാണ് പഠിപ്പിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ. ഈ ഡോക്ടർ പറഞ്ഞതിൽ എന്ത് തെറ്റാനുള്ളത്? പല ആശുപത്രികളിലും മെഡിസിൻസ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷവും ഈ വർഷവും മാത്രം 1100 കോടി രൂപ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ട്. ഇതിന് മുമ്പുള്ള വർഷങ്ങളിലെ സപ്ലൈ ചെയ്തതിൻ്റെ പൈസ കൊടുക്കാനുണ്ട്. ശ്രീ അടൂർ പ്രകാശ് ആരോഗ്യമന്ത്രിയായിരുന്ന ആളാണ്. എല്ലാ വർഷവും താഴെ തട്ടിലുള്ള ആശുപത്രികളിലും തൊട്ട് മുകൾ തട്ടിലുള്ള ആശുപത്രികൾ വരെ അവർ ഇൻഡൻറ്റ് കൊടുക്കും. ഒരു വർഷം ആവശ്യമുള്ള സർജിക്കൽ എക്യുപ്മെൻറ്റ്സ്, മെഡിസിൻസ് എല്ലാം ആ ഇൻഡൻറ്റ് അനുസരിച്ചിട്ടാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിച്ച് സാധനങ്ങൾ വരുത്തി. ചില സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കും, എല്ലാ മാസവും കൊടുക്കുള്ളൂ. ചിലത് ഒരു വർഷത്തേക്കുള്ളത് കൊടുക്കും. അത് കാലാവധി കഴിയാത്ത മരുന്നുകൾ അങ്ങനെ സപ്ലൈ ചെയ്യും. ഇത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ളത് കൊണ്ട് പ്രധാനപ്പെട്ട കമ്പനികളൊന്നും സപ്ലൈ ചെയ്യുന്നില്ല. അവർ മാത്രമല്ല, പണം കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് 30% മരുന്നിൻ്റെ വിലയും അവർ വർദ്ധിപ്പിച്ചു. സിസ്റ്റമാണ് സിസ്റ്റം മുഴുവൻ ഈ സ്ഥിതിയിലാണ്. സിസ്റ്റം നൂല് സൂചിയും പുറത്ത് മേടിക്കേണ്ട സിസ്റ്റമാണ്. ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ ചോദിച്ചിട്ട് പോലും ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹത്തിൻ്റെ വസതിയിലിരുന്ന് മുഴുവൻ കാര്യങ്ങൾ ഫോട്ടോസായിട്ട് എടുത്തിട്ടും തീർന്നില്ല. ഇനി ഇത് മതിയെന്ന് പറഞ്ഞിട്ടാണ് അന്വേഷണ കമ്മിറ്റി അവിടെ നിന്ന് പോയത്. അപ്പോൾ അത് ഗവൺമെൻറ് ഇതെല്ലാം വളച്ചൊടിക്കുകയും. എന്തിനാ കൂടുതൽ പറയണത്? ആ ഡോക്ടറെ മോഷണക്കുറ്റത്തിൽ വരെ പെടുത്തി എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് അധികാരത്തിലിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അല്ല, പരിഹാരം ഉണ്ടാകണമല്ലോ. വിദ്യാഭ്യാസ രംഗത്തെ പരിഹാരം ഉണ്ടാകണം. ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഉണ്ടായ സംഭവം നിസ്സാരമായ ഒരു കാര്യം ഊതി വീർപ്പിച്ചുണ്ടാക്കിയ ഒരു വിഷയമാണ്. ഒരു കാരണവശാലും അത്തരം നിസ്സാരമായ വിഷയങ്ങൾ അപ്പം തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട വിഷയമാണ്. കേരള യൂണിവേഴ്സിറ്റിയിലൊരു സെനറ്റ് ഹോൾ വാടകയ്ക്ക് കൊടുത്തതിൻ്റെ പേരിലുണ്ടായ സംഘർഷത്തിൻ്റെ പേരിൽ എന്തിനാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലും പ്രശ്നം ഉണ്ടാക്കിയത്? അവിടെയുള്ള ജീവനക്കാരെ പോയി തല്ലിയത്, അവരെ മുറിയിൽ അടച്ചിട്ട് പൂട്ടിയെന്തിന്?
അപ്പോൾ വിഷയം ഡോക്ടർ ഹാരിസിനെതിരെ മോഷണക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് സർക്കാർ എന്ന ആരോപണം ഉയർത്തുകയാണ്. വി.ഡി. സതീശൻ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്ന ആരോപണമാണ് ഉയർത്തുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ.